വെൽക്കം ബാക്ക് ടു കാർട്ടൂണിസ്റ്റ് മലയാളം. ഇന്ന് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് മീനട്ടോ vs മാതറ ഫൈറ്റ് ആണ്. ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാകും ആര് ജയിക്കുമെന്ന്. അങ്ങനെ രണ്ടുപേരെ എനിക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടുപേരുടെ അഡ്വാൻറ്റേജസ് നമ്മൾ ആദ്യം അറിയണം. ഉദാഹരണത്തിന് ഇപ്പോൾ മീനട്ടോയുടെ അഡ്വാൻറ്റേജ് എടുക്കുകയാണെങ്കിൽ മീനട്ടോക്ക് ഫ്ലൈയിങ് റേഞ്ച് ഉണ്ട്, റിയാക്ഷൻ സ്പീഡ് ഉണ്ട്, റസംഗാൻ ഉണ്ട്, ടെലിപ്പോർട്ടേഷൻ സീലുണ്ട്, റീപ്പഡ് സീലുണ്ട്, സെൻസറി എബിലിറ്റി ഉണ്ട്, ടോഡ് സമണിങ് ഉണ്ട്, സേജ് മൂൺ ഉണ്ട്. ഇത്ര എബിലിറ്റി മീനട്ടൊക്കെ ഉണ്ട്. മറ്റൊരു സൈഡിൽ മാതറുടെ അഡ്വാൻറ്റേജസ് നോക്കിയാൽ ഇറ്റേണൽ മങ്കയ്ക്ക് സെറിങ്കാൻ, ഗെൻജൂസ്റ്റു, സൂസനോ, ഗുംബായ്, ഫയർ സ്റ്റൈൽ. ഇതിൽ ഞാൻ എഫക്റ്റീവായ പവേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഫയർ എലമെന്റ് എത്ര ഒഫൻസീവ് ആയാലും അത് യൂസ് ചെയ്ത് ഒരാളെ പോലും നാരുട്ടോ യൂണിവേഴ്സിൽ ഇതുവരെയും കൊന്നിട്ടില്ല. അതൊക്കെ കൊണ്ട് വെറും ഡിസ്ട്രാക്ഷൻ ഉപയോഗിക്കുന്ന പവേഴ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഇപ്പം ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാം ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് അടുത്തൊരു കമ്പാരിസൺ, ഇനി അടുത്ത നാരുട്ടോ ക്യാരക്ടറിൽ ഇവർ ഫൈറ്റ് ചെയ്തിട്ടേ ഉണ്ടാവില്ല, അങ്ങനത്തെ രണ്ടുപേരെ വെച്ച് എനിക്ക് കമ്പാരിസൺ നടത്താൻ പറ്റൂ. അപ്പം നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, പിന്നെ ആരാണ് അടുത്ത കമ്പാരിസൺ നടത്തുന്നതെന്ന് മറക്കാതെ കമൻറ്റും ചെയ്യുക. അപ്പം നേരെ വീട്ടിലേക്ക് പോകും. ഫസ്റ്റ് ടൈജുട്സു. ഒരുപാട് ടൈമിൽ ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കല്. പക്ഷേ ഈ ഒരു ബാറ്റിൽ ഇത് നോക്കുന്നത് അത്ര ശരിയായി വരില്ല. കാരണം മീനട്ടോടെ ഫൈറ്റിംഗ് സ്റ്റൈല് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ടൈജുട്സു യൂസ് ചെയ്ത് ബാറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഫ്ലൈയിങ് റേഞ്ചിന് യൂസ് ചെയ്യുന്നവർക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയാം. അല്ല, അതും വിചാരിച്ച് ചുമ്മാ ഒരു ടൈജുട്സു ബാറ്റിൽ വെച്ചാൽ ഓബിയസ്ലി മാതറയാണ് ജയിക്കുക. കാരണം മാതറ ഒരു സ്കില്ലിഡ് ടൈജുട്സു യൂസർ ആണല്ലോ. രണ്ടാമത് ഞാൻ നോക്കാൻ പോകുന്നത് ഗെൻജൂസ്റ്റു ആണ്. മാതറ എത്ര പവർഫുൾ ഗെൻജൂസ്റ്റു യൂസർ ആയിട്ടിരുന്നാലും മീനട്ടോ ഒരു പെർഫെക്റ്റ് സേജ് മോഡ് യൂസർ ആണല്ലോ. അതുകൊണ്ടൊക്കെ അവന്റെ അടുത്ത് ഗെൻജൂസ്റ്റ് ഇതൊന്നും വർക്കാവാൻ പോകുന്നില്ല. അതുപോലെ അവനെ കൊണ്ട് മുമ്പേ ഗെൻജൂസ്റ്റ് സെൻസ് ചെയ്യാനാകും. ഇപ്പോൾ മീനട്ടോ സേജ് മോഡിൽ ഇല്ലെങ്കിൽ പോലും മീനട്ടോ ഒരു ടോഡ് സേജ് അല്ലേ. അവൻ സമൻ ചെയ്യുന്ന ഏതെങ്കിലും ടോഡെ കൊണ്ട് അവന് ഇൻസ്റ്റന്റ് ആയി ഗെൻജൂസ്റ്റിൽ നിന്നും റിലീസ് ചെയ്യാനാകും. ഇനി മാഡറയുടെ സൂസനോ, അതിനോട് മീനട്ടൊക്കെ എങ്ങനെ ഫൈറ്റ് ചെയ്യാനാകും ചോദിച്ചാൽ, സൂസന സിറ്റുവേഷൻ വന്നാൽ കുറെ പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സൂസന എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. പൊതുവായിട്ട് ഗുഡ് വിയസ് ബാഡ് ക്യാരക്ടർ ഫൈറ്റ് നടക്കുമ്പോൾ നല്ല ക്യാരക്ടേഴ്സിനാണ് പൊതുവായിട്ട് അതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിട്ട് മാറുന്നത്. കാരണം അവർ പീപ്പിൾസിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ ആ വില്ലേജിനെയും പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ ബാഡ് ക്യാരക്ടേഴ്സ് ചതിച്ചിട്ടും ഫൈറ്റ് ചെയ്യാലോ. പക്ഷെ നല്ല ക്യാരക്ടർ അങ്ങനെ ചെയ്യില്ല. പക്ഷേ ഈ ബാറ്റിൽ അങ്ങനെയല്ല, 1vs1 ആണ്. ഇവിടെ ആരെയും പ്രൊട്ടക്ട് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. മാതറ സൂസന എടുത്ത ശേഷം മീനട്ടൊക്കെ അവിടെ നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. നാരുട്ടോ വേൾഡിൽ അവൻ മാർക്ക് ചെയ്ത ഏതെങ്കിലും കണ്ടിലേക്ക് അവൻ ടെലിപ്പോർട്ട് ആയാൽ പോരെ. ഇപ്പോൾ മീനട്ടോ KCM മീനട്ടോ ആയാലും ടെയിൽ ബീസ്റ്റ് മൂഡിലൊക്കെ മാറണമെന്ന ആവശ്യമേ ഇല്ല. സിമ്പിൾ ആയിട്ട് കൂറമയുടെ ചാക്ര ആ മൂഡിലും യൂസ് ചെയ്യാനാകും. ഇപ്പോൾ അങ്ങനെ ഒരു ബാറ്റ് നടക്കുന്നുണ്ടെന്ന് വിചാരിക്ക്. അതിന് എക്സാമ്പിൾ ആയിട്ട് നാരുട്ടോ vs സാസ്കെ ബാറ്റ് തന്നെ നമുക്ക് എടുക്കാം. ആ ബാറ്റിൽ സാസ്കെക്ക് സൂസന മാത്രമല്ലാതെ ബാക്കിയുള്ള ടെയിൽ ബീസ്റ്റിന്റെ പവേഴ്സും കൂടെ അവൻ എടുക്കും. അതുപോലെ നാരുട്ടോ സീരീസിൽ സ്ട്രോങ്ങസ്റ്റ് സൂസന വെർസൺ സാസുക്കയുടെയാണ്. ഇതിൽ മറ്റൊരു മുഖ്യമായ കാര്യം എന്തെന്നാൽ സാസുക്കയുടെ അടുത്തുള്ള ടെയിൽ ബീസ്റ്റിൽ ഹാഫ് കൂറമേ ഉണ്ടാകും. നാരുട്ടോ ആ ബാറ്റിൽ വെറും ഹാഫ് കൂറമ യൂസ് ചെയ്തിട്ടാ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകുക. അവന്റെ ചാക്ര തീരുമ്പോൾ അവൻ സേജ് മോഡ് യൂസ് ചെയ്യും. ഇതിൽ വേറെ 2 പവർ യൂസ് ചെയ്തിട്ടാണ് അവൻ അത്രയും വലിയ സൂസനോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ നിങ്ങൾ അവന്റെ അടുത്ത് സേജ് ഓഫ് 6 പാത്ത് പവർ ഉണ്ടെന്ന് ചോദിച്ചാൽ, അങ്ങനെ നോക്കിയാൽ സാസുക്കയുടെ അടുത്തും സേജ് ഓഫ് 6 പാത്തിന്റെ പവർ ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ആഡ് ചെയ്യാനും പറ്റൂല. സാസുക്കയുടെ ആ വെർഷൻ സൂസനോട് അത്ര പവർഫുൾ ഒന്നുമല്ല മാതറയുടേത്. സോ മീനട്ടോടെ ആ ടെയിൽ ബീസ്റ്റ് മോഡ് മതി ആ സൂസനോട് ഫൈറ്റ് ചെയ്യാൻ. അത് മാത്രമല്ലാതെ നമ്മളെ കൂറമ്മ എത്ര ഫാസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ സൂസന ഭയങ്കര സ്ലോ ആണ്, സാസുക്കയുടെ ഇന്ദ്രാസേര ഒഴികെ. അത് മാത്രമല്ലാതെ മീനട്ടോടെ അടുത്ത് സേജ് മോഡും ഉണ്ട്. ചാക്ര തീരുമെന്ന് പേടിക്കും ചെയ്യണ്ട. ഞാനിവിടെ കൂറമയുടെ ചാക്ര ആഡ് ചെയ്യുന്നില്ല. അതെന്താന്ന് ചോദിച്ചാൽ, കാരണം ടെയിൽ ബീസ്റ്റിന്റെ പ്യുവർ ഫോം ഓഫ് ചാക്ര എന്ന് പറയാം. അത് എത്ര ചാക്ര യൂസ് ചെയ്താലും വേറെ ഭാഗത്ത് അതിന് ചാക്ര ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ ടെയിൽ ബീസ്റ്റ് ചാക്ര കൺസിഡർ ചെയ്യാതെ സേജ് മോഡ് മാത്രം നോക്കുന്നത്. മീനട്ടൊക്കെ ഇങ്ങനെ സൂസനെ ഫൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മാതറ സൂസന ആക്റ്റീവ് ചെയ്ത ശേഷം ഈ മീനട്ടൊക്കെ വേറെ നെഞ്ചില്ല, എവിടെയെങ്കിലും അങ്ങ് ടെലിപ്പോർട്ട് ചെയ്താൽ പോരെ. മാതറ അവന്റെ സൂസന യൂസ് ചെയ്ത് പറക്കാൻ കഴിഞ്ഞാലും മീനട്ട എവിടെയാ ടെലിപ്പോർട്ട് ചെയ്തെന്ന് ആദ്യം അവൻ അറിയണ്ടേ.
അങ്ങനെ അവൻ കണ്ടുപിടിച്ചാലും മീനോട്ടൊക്കെ പിന്നെയും വേറെ സ്ഥലത്തേക്ക് പിന്നെയും ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇങ്ങനെ ടൈം മാത്രമേ വേസ്റ്റ് ആകില്ലൂ, സൂസന പോകുന്നതല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ മാത്ര കണ്ടിന്യൂസ് 24 hours ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും അത് എവിടെ അങ്ങനെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ഒന്നും ചെയ്തിട്ടില്ല. ആശ്രാമ vs മാത്ര ഫൈറ്റ് എടുത്താലും അതാണെങ്കിൽ ഈവനിങ് തുടങ്ങി മിഡ് നൈറ്റിന് അവസാനിച്ചിട്ടുണ്ടാകും. വേണമെങ്കിൽ ഒരു 12 hours എന്നെടുക്കാം. അതിലും സൂസനോ ബാറ്റിൽ അവസാന നേരത്തെ നടക്കുക, ബാക്കിയെല്ലാം ടൈജുട്സു ആണ്. ഇത് കഴിഞ്ഞ് എത്ര നേരം ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞാലും അവന് ഫൈറ്റ് ചെയ്യുന്ന അനുസരിച്ച് ചാക്ര ഡെയിൻ ആകും. പക്ഷെ മീനോട്ടോ ഒരു സാഡോ ക്ലോൺസ് ക്രിയേറ്റ് ചെയ്ത് സേജ് ചാക്ര ഗേദർ ചെയ്യാൻ വെച്ചിട്ട് അവന് ആവശ്യമായ സമയത്ത് റിലീസ് ചെയ്യിപ്പിച്ചാൽ പോരെ. പിന്നെയും ഫുൾ ചാക്ര അവനെ കൊണ്ട് എടുക്കാനും കഴിയും. മാതറയ്ക്ക് ചാക്ര ഡ്രെയിൻ ആയാലും മീനോട്ടയ്ക്ക് ഫുൾ ചാക്ര ഉണ്ടാകും. സോ മീനോട്ടയുടെ അടുത്ത് ഈ സൂസൺ അറ്റാക്ക് നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ മീനോട്ടയുടെ സ്പീഡ് ആൻഡ് ഫ്ലൈയിങ് റേഞ്ച് നോക്കാം. ഇവിടെ മാതറയ്ക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാനാകുമെന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ സേജ് ഓഫ് 6 പാത്ത് മാതറയെ എടുക്കാം. അതെന്ന് പറഞ്ഞ ആശ്രാമ സെല്ല് റിനഗാൻ ഇങ്ങനെ എക്സെട്ര മുഴുവൻ പവർ എടുത്ത മാതറയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും പവർ എടുത്ത മാതറയ്ക്ക് 8 ഗേറ്റ് ഓപ്പൺ ചെയ്ത ഗായുടെ സ്പീഡ് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഗായുടെ മറ്റുള്ള പവേഴ്സ് ഒന്നല്ല അവനെ എഫക്ട് ചെയ്തത്, ജസ്റ്റ് സ്പീഡാണ് അവന്റെ പ്രോബ്ലമായി മാറിയത്. അവന് മാത്രമല്ല വിസ്വൽ പവർ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും പ്രോബ്ലം സ്പീഡാണ്. ഇപ്പോൾ മീനോട്ടയുടെ കാര്യത്തിൽ നോക്കിയാൽ എല്ലാം ടോട്ടൽ ഓപ്പോസിറ്റ് ആണ്. മാഡ്ര ഫാസ്റ്റ് ആണോ ചോദിച്ചാൽ അവനും ഫാസ്റ്റ് ആണ്. ബട്ട് 8th ഗേറ്റ് ഓപ്പൺ ചെയ്ത മൈറ്റ് ഗായുടെ അത്ര ഫാസ്റ്റ് ഒന്നും അല്ല. അതിനെപ്പോലും അവനെ കൊണ്ട് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഓൾമോസ്റ്റ് ഗായ അവനെ കൊന്നിട്ടുണ്ടാകും. പക്ഷെ ഗായ വെച്ച് നോക്കുമ്പോൾ മീനോട്ടോയുടെ റിയാക്ഷൻ സ്പീഡ് ഒരുപാട് അധികമാണ്. ഞാനിവിടെ പറയുന്നത് KCM മോഡ് മീനോട്ടോ അല്ല, ജസ്റ്റ് ബേസ് മീനോട്ടോ ആണ്. ഇതിൽ എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്, സ്പീഡായിട്ട് നിൽക്കുന്നത് വേറെ, ഇൻസ്റ്റന്റേനിയസ് ആയി നടക്കുന്നതും വേറെയാണ്. ആ ഇൻസ്റ്റന്റേനിയസിൽ വരുന്നതാണ് മീനട്ടോ. ആ സ്പീഡ് തന്നെ മാഡറെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസോടൊക്കെ എങ്ങനെ മത്സരിക്കാൻ പറ്റും? ഒരിക്കലും ആകാൻ പോകുന്നില്ല. കാരണം റിയാക്ട് ചെയ്യാൻ പോലും ടൈം കിട്ടില്ല. സോ അത്രയും നേരം നടക്കുന്ന ബാറ്റിൽ മീനട്ടോ മാഡറയെ ജസ്റ്റ് ഒരു തവണ തൊട്ടാൽ മതി. അതിനപ്പുറം മാഡറ എവിടെ മൂവ് ആയാലും മീനട്ടോക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയും. സോ ഓബിയസ്ലി അടുത്തത് റസങ്കാനാണ്. 1 2 അല്ലെ 3 ഫൈനൽ മാഡറ ഔട്ടായി. സോ ഈ ബാറ്റിൽ ജയിക്കുന്നത് മീനട്ടോ നാമിക്കാസെ AKA ദ യെല്ലോ ഫ്ലാഷ് ഓഫ് ദ ലീഗ്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യണം. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലാണെന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചില സമയത്ത് ഞാൻ മാതറ എന്ന് വിളിക്കും, മാഡ്ര എന്ന് വിളിക്കും, അങ്ങനെ മാറിപ്പോകുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് ശ്രമിക്കണം. പിന്നെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.